ആത്മാവിനെ അനുസരിച്ച് നടക്കണം. മരണപര്യന്തം വിശ്വസ്തനാകുവാൻ ഈ ജഡത്തിൽ ജീവിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാം. എന്നാൽ അതിനുകൊണ്ട് വഴി. വചനം പറയുന്നു, നമ്മുടെ ബലഹീനതയിൽ തുണ നിൽപ്പാൻ കഴിയാത്തവനല്ല നമുക്കുള്ള മഹാപുരോഹിതൻ. പാപമൊഴികെ സകലത്തിലും അവൻ നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടു. അവൻ സകലത്തിനും അവൻ പാപം ചെയ്തില്ല. ബാക്കി എല്ലാത്തിലും നമുക്ക് തുല്യനായി യേശു പരീക്ഷിക്കപ്പെട്ടു. യേശു കരഞ്ഞു, യേശുവിന് ദാഹിച്ചു, അവന് വിശന്നു, കോപിച്ചു. ഒരു മനുഷ്യനുണ്ടാകുന്ന എല്ലാ അവസ്ഥകളിലൂടെ യേശു കടന്നുപോയി. അവൻ നമ്മുടെ ബലഹീനതയിൽ തുണ നിൽക്കാൻ കഴിയുന്നവനാ. അവന്റെ ശബ്ദം അനുസരിച്ചാൽ നാം എത്തേണ്ട ഇടത്തെത്തുവാനിടയാകും. ഇവിടെ ആരാധിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, എന്റെ കിരീടം നഷ്ടപ്പെട്ടു പോകരുത്. മരണപര്യന്തം വിശ്വസ്തനായിരിക്കും, എന്നാൽ ജീവ കിരീടം പ്രാപിക്കും. ആ ലക്ഷ്യത്തോടെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് വേണ്ടുന്നതെല്ലാം നമ്മുടെ പിറകെ വരും. ദാവീദിനോട് ചോദിച്ചാൽ ദാവീദ് പറയും, നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. എന്താ ദാവീദേ താങ്കൾ അങ്ങനെ പറയാനുള്ള കാര്യമെന്ന് ചോദിച്ചാൽ 23-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പറയുന്നു, യഹോവ എന്റെ ഇടയനാകുന്നു. ആട് ഇടയന്റെ പിറകെ അനുസരണയോടെ പോകുന്നത് പോലെ ഞാൻ എൻ്റെ അപ്പന്റെ പിറകെയാ പോകുന്നത്. നന്മയുടെ പുറകെ ഞാൻ പോകുന്നില്ല, കരുണയുടെ പുറകെ ഞാൻ തേടി ചെല്ലുന്നില്ല. ഞാൻ എൻ്റെ അപ്പന്റെ പിറകെ അനുസരണയുള്ള ആടായി പോകുമ്പോൾ, മരണപര്യന്തം ഞാൻ വിശ്വസ്തനായി നിൽക്കുവാൻ തീരുമാനിക്കുമ്പോൾ, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ അത് എന്നെ പിന്തുടരും. ഈ ഭൂമി കൊണ്ട് അത് തീർന്നു പോകത്തില്ല. ഇതിന്റെ അപ്പുറത്തൊരു കിരീടം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. കള്ളന്മാർക്ക് മോഷ്ടിക്കാൻ കഴിയാത്ത, അപവാദികൾക്കോ ശത്രുക്കൾക്കോ ഒന്നും തടഞ്ഞു വെക്കാൻ കഴിയാത്ത ഒരു ജീവകിരീടം എനിക്കായി ഒരുക്കപ്പെടുന്നു.